മലപ്പുറം കൊണ്ടോട്ടിയിൽ MDMA പിടികൂടിയ കേസിൽ 2 പേർ കൂടി പിടിയിലായി. ഐക്രപ്പടിയിലെയും ചുങ്കത്തെയും കേസുകളിലാണ് കൂടുതൽ അറസ്റ്റ്. ഈ വാർത്തയോടുകൂടി ക്രൈം ഫയൽ ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും നാളെ. ഐക്രപ്പടിയിൽ 153 ഗ്രാം MDMAയും 1.5 ലക്ഷം രൂപയും പിടികൂടിയ കേസിലാണ് ഒരാൾ കൂടി അറസ്റ്റിലായത്. കോഴിക്കോട് കൊമ്മേരി സ്വദേശി സുബിനെയാണ് കൊണ്ടോട്ടി പോലീസും ഡാൻസാഫും സംയുക്തമായി കോഴിക്കോട് വെച്ച് പിടികൂടിയത്. കഴിഞ്ഞ ഒക്ടോബർ 6-ന് ഐക്രപ്പടി കണ്ണംവെട്ടിക്കാവിൽ വെച്ച് കാപ്പാപ്രതി ഉൾപ്പെടെ 4 പേരെ പോലീസ് അതിസാഹസികമായി പിടിച്ചിരുന്നു. ഇതിലുൾപ്പെട്ട പ്രതിയായ സുബിനാണ് ഇന്ന് അന്വേഷണ സംഘത്തിന്റെ വലയിലായത്. ഇനി 2 പേർ കൂടി പിടിയിലാകാനുണ്ടെന്നും അന്വേഷണം ഊർജിതമാണെന്നും കൊണ്ടോട്ടി പോലീസ് അറിയിച്ചു. അയാളുടെ ഫോണും ഒക്കെ നമുക്ക് അന്നേ ദിവസം ആ കാറിൽ നിന്ന് ലഭിച്ചിരുന്നു. അപ്പോൾ അതിനെപ്പറ്റിയുള്ള അന്വേഷണത്തിലാണ് നമുക്ക് ആളെ കണ്ടാലറിയുന്ന ഒരാൾ എന്ന രീതിയിലായിരുന്നു നമുക്ക് അന്വേഷണം തുടങ്ങിയിരുന്നത്. നമുക്ക് ഫോണിൽ നിന്നും മറ്റ് സാഹചര്യ തെളിവുകളിൽ നിന്നൊക്കെ ഇയാളെ സുബിന എന്ന് മനസ്സിലായിരുന്നു. കൊണ്ടോട്ടിയിൽ വീട്ടിൽ നിന്നും MDMAയും കഞ്ചാവും പിടികൂടിയ കേസിലാണ് മറ്റൊരാൾ കൂടി പിടിയിലായത്. കൊണ്ടോട്ടി നെടിയിരുപ്പ് സ്വദേശി മുഹമ്മദ് നിഷാദാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ഒക്ടോബറിലാണ് കൊണ്ടോട്ടി ചുങ്കത്തെ ഓടയ്ക്കൽ അഫ്സൽ അലിയുടെ വീട്ടിൽ നിന്നും രാസലഹരി പിടികൂടുന്നത്. ഡാൻസാഫും കൊണ്ടോട്ടി പോലീസും നടത്തിയ പരിശോധനയിൽ 35 ഗ്രാം MDMAയും കഞ്ചാവുമാണ് പിടിച്ചെടുത്തിരുന്നത്. അഫ്സൽ അലിക്ക് മയക്കുമരുന്ന് എത്തിച്ചു നൽകിയ മുഹമ്മദ് നിഷാദിനെയാണ് പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തത്. ഇയാൾക്കെതിരെ കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനിൽ കൊലപാതക ശ്രമ കേസും എക്സൈസിൽ ലഹരിക്കടത്തു കേസും നിലവിലുണ്ട്. ലഹരിയുടെ ഉറവിടം കണ്ടെത്താൻ അന്വേഷണം പുരോഗമിക്കുന്നതായി പോലീസ് അറിയിച്ചു. മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.